ഇസ്രായേലിന്റെ ദൈവമായ സർവ്വശക്തനായ ഏക സത്യദൈവം രാവും പകലും ഒരുപോലെ തന്റെ ജനത്തെ കാത്തുപരിപാലിക്കുന്നു എന്ന ദൈവവചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇസ്രായേലിനു വേണ്ടി സർവ്വശക്തനായ ദൈവം ഇന്നലെ ടെൽ അവീവിലേക്ക് ഇറങ്ങിവന്നതിന്റെ വാർത്തകൾ ഇപ്പോൾ ലോകമെങ്ങും നിറയുകയാണ്. ടെൽ അവീവ് ഹോൾഡിലെ ബാറ്റ്നാമിൽ തന്ത്രപരമായി ആസൂത്രണം ചെയ്ത ഭീകരാക്രമണത്തിൽ ഇസ്രായേലിന്റെ 3 ബസ്സുകളാണ് പൊട്ടിത്തെറിച്ച് ചാമ്പലായത്. എന്നാൽ ഇസ്രായേൽ ജനതയിൽ ആരുടെയും ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം തന്റെ ജനത്തെ രക്ഷിച്ചത് തീവ്രവാദികളുടെ ബുദ്ധിയെ കുരുടാക്കിക്കൊണ്ട് ബ്ലാസ്റ്റിംഗിന്റെ സമയത്തെ അട്ടിമറിച്ചുകൊണ്ടായിരുന്നു. രാവിലെ 9 മണിക്ക് യാത്രക്കാരെക്കൊണ്ട് ബസ്സുകൾ നിറഞ്ഞിരിക്കുമ്പോൾ പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ സെറ്റ് ചെയ്ത ബോംബിൽ 9 AM എന്നതിനു പകരം 9 PM എന്ന് തെറ്റായി ക്രമീകരിക്കത്തക്ക നിലയിൽ തീവ്രവാദികളുടെ ബുദ്ധിയെ കെടുത്തിക്കൊണ്ട് ദൈവം തന്റെ ജനത്തിന് പരിചയും കവചവുമായി വലിയ അപകടത്തെ തട്ടിത്തെറിപ്പിച്ചു. 9 AM എന്നത് 9 PM ആയിപ്പോയത് തികച്ചും യാദൃശ്ചികമാണ് എന്ന് പറഞ്ഞ് അതിനെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. ഒരു വലിയ ദുരന്തത്തിന്റെ ബാക്കിപത്രം എന്നവണ്ണം അതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും മറ്റൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാതെ തങ്ങളെ പരിപാലിച്ചത് ഇസ്രായേലിന്റെ ദൈവം തന്നെയാണെന്ന് ഓരോ യഹൂദനും ഇപ്പോൾ ഉറക്കെ പറയുകയാണ്. ട്രിപ്പ് അവസാനിപ്പിച്ച് ബസ്സുകൾ പാർക്ക് ചെയ്തതിന് തൊട്ടു പിന്നാലെയായിരുന്നു രാത്രി 9 മണിക്ക് സ്ഫോടനമുണ്ടായത്. ഉടനടി രംഗത്തിറങ്ങിയ ഇസ്രായേൽ പോലീസ് മറ്റു ചില ബസ്സുകളിൽ കൂടി സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുകയും അത് വേഗത്തിൽ നിർവീര്യമാക്കി ദുരന്തങ്ങളുടെ വ്യാപ്തി കുറയ്ക്കുകയും ചെയ്തു. ഹോളോണിൽ നിന്നാണ് സ്ഫോടക ഉപകരണങ്ങൾ കണ്ടെത്തിയത്. ഓരോ ഉപകരണത്തിലും 5 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുടെ കീഴിൽ കഴിയുന്ന ഇസ്രായേലിൽ നുഴഞ്ഞുകയറിയ തീവ്രവാദികൾക്ക് എങ്ങനെ ബസ്സിൽ ബോംബ് വയ്ക്കാൻ കഴിഞ്ഞു എന്നത് ഇപ്പോൾ കടുത്ത ആശങ്കയായി മാറിയിരിക്കുകയാണ്. ഹമാസിന്റെ തുൽക്കാം ബറ്റാലിയൻ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ അത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബെറ്റ് പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഈ സ്ഫോടനത്തിന്റെ പിന്നിൽ ഇറാനാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇതിനായി ഇറാൻ വെസ്റ്റ് ബാങ്കിലേക്ക് കനത്ത തുക കൈമാറിയെന്നും ഷിൻബെറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. മൊറോക്കോ സന്ദർശനത്തിലായിരുന്ന ഇസ്രായേൽ ഗതാഗത മന്ത്രി മിർഗേവ് സന്ദർശനം വെട്ടിച്ചുരുക്കി മടങ്ങിയെത്തുകയും ആഭ്യന്തര സുരക്ഷാ പരിശോധനയ്ക്ക് ഉത്തരവിടുകയും ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ രാജ്യത്ത് ഗതാഗതം പൂർണ്ണമായി നിർത്തിവെക്കുകയും ബസ്സുകളും ട്രെയിനുകളുമടക്കം എല്ലാ വാഹനങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഹമാസുമായി ഇസ്രായേലുണ്ടാക്കിയ അശാസ്ത്രീയമായ വെടിനിർത്തൽ കരാറിൽ കുപിതനായി ആഭ്യന്തരമന്ത്രി പദവി രാജിവെച്ച തീവ്ര വലതുപക്ഷ നേതാവായ ബെൻ ഗവർ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തുവന്ന് തെല്ലും ദാക്ഷിണ്യം കാണിക്കാതെ ഗാസയും വെസ്റ്റ് ബാങ്ക് പ്രവിശ്യകളെയും അടക്കം എല്ലാം കത്തിച്ച് ചാമ്പലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നെതന്യാഹു രാത്രിയിൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുകയും വെസ്റ്റ് ബാങ്കിൽ തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ വൻതോതിലുള്ള മിലിറ്ററി ഓപ്പറേഷൻ ആരംഭിക്കാൻ IDF-ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇസ്രായേൽ ജനതയ്ക്കെതിരെ പാലസ്തീൻ തീവ്രവാദ സംഘടനകൾ നടത്തിയ ഭീകരാക്രമണ ശ്രമങ്ങളുടെ വെളിച്ചത്തിൽ തുൽക്രാം അഭയാർത്ഥി ക്യാമ്പിലും വെസ്റ്റ് ബാങ്കിലെ ജൂദയായും സമരിയായും അടക്കം എല്ലാ അഭയാർത്ഥി ക്യാമ്പുകളിലും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇറാനെതിരെ തിരിയുന്നതിനു മുമ്പ് തന്നെ തങ്ങൾ ഭീകരരെ അവസാനം വരെ വേട്ടയാടുകയും ഇറാനിയൻ ദുഷ്ട അച്ചുതണ്ടിന്റെ മുൻനിരയിൽ വർദ്ധിക്കുന്നവരെയെല്ലാം ഇല്ലാതാക്കുമെന്നും ഭീകരതയ്ക്ക് അഭയം നൽകുന്നവർ അതിന് കനത്ത വില നൽകേണ്ടിവരുമെന്നും പ്രതിരോധ മന്ത്രി കാറ്റ്സ് വെളിപ്പെടുത്തി. ബന്ദിമോചനത്തെക്കുറിച്ച് ട്രംപ് നൽകിയ നിർദ്ദേശങ്ങൾ ഹമാസ് പൂർണ്ണമായി ഉൾക്കൊള്ളാതിരുന്നപ്പോൾ തന്നെ കുപിതനായ ട്രംപ് പറഞ്ഞത് ഹമാസിനെ എന്തു ചെയ്യണമെന്ന് ഇസ്രായേലിന് തീരുമാനിക്കാമെന്നും എന്തിനും അമേരിക്കയുടെ ശക്തമായ പിന്തുണ ഉറപ്പാണ് എന്നുമായിരുന്നു. ആ നിമിഷമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇനി കടുത്ത നീക്കങ്ങൾക്കായിരിക്കും ഇസ്രായേൽ ഇറങ്ങുക.